സർഗം കിച്ചണിൽ ജീര ചിക്കൻ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. അത് നമ്മൾ ഈ മരുന്നുകോഴി എന്നൊക്കെ പറയുന്നതാണ് ഈ ജീര ചിക്കൻ. അതിനു വേണ്ടി നമ്മൾ ആദ്യം 1/2 കിലോ ചിക്കൻ എടുക്കണം. പിന്നെ കുരുമുളക്, ജീരകം 2 ടേബിൾ സ്പൂൺ. ജീരകമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ചുവന്നുള്ളി ചതച്ചത് ഒരു 10 എണ്ണം. ഇത് ആദ്യം നമുക്ക് ജീരകവും കുരുമുളകും കൂടി ചൂടാക്കി അതിൻ്റെ പൗഡർ ഉണ്ടാക്കാം. പാൻ വെച്ച് ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം 2 ടേബിൾ സ്പൂൺ തന്നെ ഇടണം. ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുൻപന്തിയിലായിട്ട് നിൽക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്. അതിട്ടൊന്ന് ചൂടാക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് നമുക്ക് പൊടിച്ചിട്ട് ആദ്യം ചിക്കനേക്ക് ചേർക്കാനുള്ള മസാലകൾ തയ്യാറാക്കാം. ഈ മരുന്നുകോഴി തയ്യാറാക്കുന്നത് 2 മാസം പ്രായം മാത്രമുള്ള നാടൻ പിടക്കോഴി കൊണ്ടാണ്. ജീരകം ചൂടായിട്ടുണ്ട്. ഇത് ഒരു ചെറിയ ജാറിൽ ഇത് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നമുക്കിത് ഇളക്കി വയ്ക്കാം. ഇത് ചിക്കനിലേക്ക് പറ്റാനുള്ള മസാലയാണിത്. ആ ജാറിൽ തന്നെ നമ്മൾ ഒരു 10 ചുവന്നുള്ളി, ചെറിയ ഉള്ളി, ഒരു 7-8 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഒരു 6 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതൊക്കെ ചിക്കനിൽ പറ്റാൻ വേണ്ടിയുള്ള മസാലകളാണ്. 10 ചുവന്നുള്ളിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുക. വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് അരിഞ്ഞ് കിട്ടാൻ നമുക്ക് ഇങ്ങനെ നടു പൊടിച്ച് ചെറുതാക്കിയിടാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതാക്കിയിടാം. കുറച്ച് ഇത് അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു നുള്ളു ഉപ്പും ചേർക്കാം. ഇത് നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ആ മസാലപ്പൊടി ഇട്ട പാത്രത്തിലേക്ക് തന്നെ ഇടാം. നമ്മൾ അരച്ച് വെച്ച മസാലയും പിന്നെ ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ച് വെച്ചതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാം. ഒരു 45 മിനിറ്റെങ്കിലും നമ്മളിത് ഇങ്ങനെ പരട്ടി വെക്കണം. നല്ലോണം എല്ലാ ഭാഗത്തേക്കും, ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തണ പോലെ, മസാല എത്തണ പോലെ നമ്മൾ നല്ലവണ്ണം ഇളക്കി പരത്തി വെക്കുക. ഇനി നമുക്കിത് 45 മിനിറ്റ് വെക്കണം. അതിന് ശേഷം വേണം നമ്മളൊരു കുക്കർ എടുത്ത് കുക്കറിൽ ഇത് വെച്ച് ആദ്യം ജീരകം പൊട്ടിച്ച് ചിക്കനും ചുവന്നുള്ളിയും കൂടിയിട്ട് വേവിക്കാം. ഒരു കുക്കർ വെച്ച് കുക്കറിൽ തന്നെ ചിക്കൻ വേവിക്കണ കാരണം കുക്കർ എടുക്കുന്ന അതിൻ്റെ സൗകര്യം. നമുക്ക് അതിൽ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം 1 സ്പൂൺ ഇട്ട് പൊട്ടിക്കാം. നല്ല ജീരകമാണ്. 45 മിനിറ്റെങ്കിലും നമുക്ക് ചിക്കൻ മസാല പുരട്ടി വെക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. കുക്കറിലത്തെ വെള്ളം വറ്റിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീഴ്ത്താം. വെളിച്ചെണ്ണ കാഞ്ഞു വരുമ്പോൾ ജീരകം, നല്ല ജീരകം നമുക്ക് 1 സ്പൂൺ ഇട്ട് പൊട്ടിക്കാം. ജീരകം ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. ജീരകം പൊട്ടിയതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്നാവും. ചിലിക്കെല്ലാം നമ്മൾ അരച്ച് വെച്ച മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കും. ജീരകം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർക്കാം. നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി 10 എണ്ണം ചേർക്കാം. ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നേരത്തെ പരട്ടി വെച്ച മസാലയ്ക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി. അതങ്ങനെ കഴുകിയെടുത്താൽ മതി. ഇതിലേക്ക് ചേർക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം ഒന്നിങ്ങനെ തീ കൂട്ടി വെച്ച് കുക്കറിൻ്റെ മൂടിയ വെച്ച് അടച്ച് 2 വിസിലടിക്കാം.
നാടൻ ചിക്കൻ ആകുമ്പോൾ ഒരു 4 വിസിലെങ്കിലും വേണം. ഇതിപ്പോൾ ബ്രോയിലർ ചിക്കനാണ് ഞാൻ ഇപ്പോൾ ചെയ്തുള്ളത്. അപ്പോൾ ഒരു 2 വിസിൽ മതിയാവും. രണ്ട് വിസിലടിച്ച് കഴിഞ്ഞിട്ട് കുക്കറിലത്തെ പ്രഷറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഗ്രേവി ഉണ്ട്. നമുക്കിത് വെള്ളം ചേർക്കാണ്ട് ഡ്രൈ ആയിട്ട് വറുത്തിട്ട് കൊടുക്കുക. അത് ഗ്രേവി ആയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഗ്രേവി മോഡലിലാണ് വെച്ചുള്ളത്. നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ച് ഒന്ന് കുറുകിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണോ എന്നൊന്ന് നോക്കാം. അല്ലെങ്കിൽ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചേർക്കാം. ഉപ്പൊക്കെ പാകമാണ്. ഇത് ഗ്രേവി മോഡലിലത്തെ ജീര ചിക്കനാണ്. ഡ്രൈ ആകുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് വെള്ളം ചേർക്കാണ്ട് വറുത്തെടുക്കുക, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് തൂവാം. പിന്നെ ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞ് വീഴ്ത്താം. വെളിച്ചെണ്ണയും ചെറുനാരങ്ങ എല്ലാ ഭാഗത്തേക്കും എത്തണ പോലെ ഒന്ന് ഇളക്കി ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില തൂവി വിളമ്പാം. നമ്മുടെ ജീര ചിക്കൻ ഗ്രേവി ഉള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.